everyone, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് കം നിങ്ങൾ ഒരു എന്താ പറയുക കല്യാണമൊക്കെ ഉറപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാൻ ആഗ്രഹം അപ്പോൾ അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നാണെങ്കിൽ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഫേഷ്യൽസിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴല്ല, ഞാൻ കുറച്ച് ദിവസം മുന്നേ പോയ ഒരു പാർലറിൽ പോയിട്ട് ഒരു വീഡിയോ ആണ് ഇപ്പം കാണാൻ വേണ്ടിയിട്ട് പോയത്. അപ്പം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. അതിന് മുന്നേ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 വീക്കോളായി. ഈ 1 വീക്കായിട്ട് ഞാൻ വേറെ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മളെ ഡെർമ വൈബിൻ്റെ ഒരു ക്ലെൻസർ ഉണ്ട്, അത് ഡേമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറും മാത്രമാണ് ഞാനിപ്പോൾ 1 വീക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഫേഷ്യൽ ചെയ്തതിന് ശേഷം. അപ്പം ഞാൻ എന്തൊക്കെയാണ് പാർലറിൽ പോയി ചെയ്തതെന്നുള്ളതും എന്തൊക്കെയാണ് ബാക്കി ഡീറ്റെയിൽസ് എന്നുള്ള ഈ വീഡിയോ കണ്ടതിന് ശേഷം വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പം ഇന്നൊരു വ്ളോഗാണ്. ഞാൻ ഇന്ന് നമ്മളെ കാലിക്കറ്റ് നാച്ചുറൽസ് W ഓപ്പോസിറ്റ് ടു താജ് ഗേറ്റ് വേയിലുള്ള അവിടുത്തെ ഒരു പാർലറിൽ പോവാണ്. നമ്മൾ ആനിവേഴ്സറി ആവാനായതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ ചെറിയൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേര് ചോദിച്ചതാണ് സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുന്ന ഫേസ് വാഷ് ഏതാണെന്നുള്ളത്. ഇതാണ് സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുന്ന ഡെർമ വൈബിൻ്റെ ഫേസ് വാഷ്. അപ്പം നമ്മൾ എന്താ അങ്ങോട്ട് പോണേ? എന്നെ എവിടെ ഡ്രോപ്പ് ചെയ്യാൻ പോണേ? പറ എവിടേക്കാ? കുതിരട്ടോ ആക്ച്വലി ഞാൻ പോണത് നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർലറിലേക്ക്. മേക്ക് ഓവർ എന്നാണോ പറയുന്നത് അതിന്? എന്താ അറിയോ, എന്റെ ഭർത്താവ് ഭയങ്കര ഗ്ലാമറാ. അപ്പൊ അതിലോട് പിടിച്ചു നിക്കാൻ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറൂട്ടി റോഡിലാണ്. തൽവാക്കേഴ്സൊക്കെ അറിയാമെങ്കിൽ അതിൻ്റെ ജസ്റ്റ് മുകളിലായിട്ടാണ് ഇത് വരുന്നത്. ഈ ഒരു പാർലർ നമ്മുടെ താജ് ഹോട്ടലുണ്ട്, താജ് ഗേറ്റ് വേൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഇവിടെയാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഞാൻ പോയിട്ട് ഗ്ലാമറായിട്ട് വരാം. താങ്ക് യു. കാലിക്കറ്റ് നാച്ചുറൽസ് W എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 12 ഇയേഴ്സ് ബിഫോർ തന്നെ നമ്മൾ കാലിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്ത പാർലേഴ്സിൽ ഒന്നാണ് ഇത്. അതായത് കുറേ ഒന്നും ഇല്ലായിരുന്നു കാലിക്കറ്റിൽ. ഇപ്പോൾ കുറേ എല്ലാ ജംഗ്ഷനിലും ഏതെങ്കിലും ഒരു പാർലറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ എപ്പോഴും കുറേ സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഓഫേഴ്സിനോ അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസിനൊക്കെ വേണ്ട അവർ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ചെക്ക് ചെയ്യും. ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഭയങ്കര പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇവർ ഭയങ്കര എന്താ പറയുക ബാക്കി ഇങ്ങനെ ഇതൊന്നും ചെയ്യാറില്ല, അത്ര ആക്റ്റീവ് അല്ല. പക്ഷേ ഇവരെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ ആൾക്കാർ വഴി അറിഞ്ഞിട്ടും ഒക്കെയാണ് ഇവിടെ ചെയ്യാറുള്ളത്, മീൻസ് ആൾക്കാർ വരാറുള്ളത്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആശാൻ്റെയാണ്. ആശ എന്നാണ് പേര്. വൺ ഓഫ് ദി മോസ്റ്റ് എനർജറ്റിക് പേഴ്സൺ എന്നൊക്കെ പറയേണ്ടി വരും. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അതായത് എന്താ പറയുക ഫേഷ്യലോ അല്ലെങ്കിൽ പെഡിക്യൂർ മാനിക്യൂർ എന്ത് ചെയ്യണമെങ്കിലും സജഷൻ ചോദിക്കുകയാണെങ്കിൽ ആൻറ്റി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി സഹായിക്കും. നമുക്ക് നമ്മളൊരു റിലേറ്റീവിനെ പോലെ, നമുക്ക് അറിയുന്ന ഒരാളെ പോലെ നമുക്ക് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും പോവുകയാണെങ്കിൽ എന്താണെങ്കിലും ആൻറ്റിനെയും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എനിക്കിന്ന് സർവീസസ് അവർ തരാൻ വേണ്ടി പോണത് എൻ്റെ ഹെയർ ആൻഡ് സ്കിന്ന് നോക്കിയിട്ടാണ്. ാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ് ഞാൻ ചെയ്യാൻ പോണേന്നുള്ളത് ആശാന്റി തന്നെ പറയണം. എനിക്ക് തോന്നുന്നു സിമിയുടെ മുടി കുറച്ച് ഡാമേജ്ഡ് ആണ്. സോ ഫോർ ഡാമേജ് ഹെയർ വി ക്യാൻ ഡു സംതിങ് ഇൻറ്റൻസ് ഫോർ യുവർ ഹെയർ. വി കോൾ ഇറ്റ് എ ഇൻറ്റൻസ് സ്പാ. അപ്പോൾ ഇൻറ്റൻസ് സ്പായുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഫ് യു ഹാവ് ഡാൻഡ്രഫ്
അത് ഒരു സിംഗിൾ ഷോട്ടിൽ തന്നെ നല്ല ഡിഫറൻസ് കാണും. ആൻഡ് ദാറ്റ് വിൽ കൺട്രോൾ യുവർ ഡാമേജ് ദാറ്റ് ടു ഇൻറ്റൻസ്ലി. നോർമലി നമ്മൾ ഹെയർ സ്പാ എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കാണുന്നതാണ് ഇൻറ്റൻസ് സ്പാ. ദെൻ ഐ വിൽ സജസ്റ്റ് സ്പാ പെഡിക്യൂർ ആൻഡ് സ്പാ മെനിക്യൂർ ഫോർ യു. സ്പാ പെഡിക്യൂറിനും സ്പാ മെനിക്യൂറിനുമുള്ള അപ്പാർട്ട് ഫ്രം നോർമൽ പെഡിക്യൂർ ആൻഡ് മെനിക്യൂർ അതിനുള്ള വ്യത്യാസം എന്താ വെച്ചാൽ സാധാരണ പെഡിക്യൂർ മെനിക്യൂർ പോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന കൂടെ തന്നെ അതിന് നിങ്ങളുടെ സ്കിന്നിന് എന്താണോ വാട്ട് ഇസ് ദ പ്രോബ്ലം ഓഫ് യുവർ സ്കിൻ അത് നോക്കിയിട്ട് അതിന് അക്കോർഡിംഗ്ലി ആണ് നമ്മൾ ആ സ്പാ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ സ്കിന്നിനുള്ള പ്രോബ്ലംസിനെ കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദാറ്റ് വിൽ ഗീവ് നറിഷ്മെൻറ്റ് ടു യുവർ നെയിൽസ്, ക്യൂട്ടിക്കിൾ ആൻഡ് യുവർ സ്കിൻ. അതൊരു കോംബോ പോലെയാണ് ആ pedicure manicure. Then I am suggesting you a fairness facial. You have tan on, you are fair enough by the grace of God, but still you have tan on your face. അപ്പോൾ ടാന് ഇപ്പം നമ്മൾ ഈ സൺലൈറ്റിൽ UV റേസ് ഒക്കെ ജാസ്തി ഉള്ളതിനെ കൊണ്ട് അപ്പം അതുകൊണ്ട് ടാന് പോകുന്ന വളരെ കൂളിംഗ് ആയിട്ടുള്ള സ്കിന്നിന് ഫേംനെസ് തരുന്ന അഗെയിൻ ദാറ്റ് ടു ഓൾ ഇൻ വൺ പാക്കേജാണ്. അതിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് വീഗൻ സ്റ്റെം സെൽസ് ആണ്. വെജിറ്റബിൾസിൻ്റെ സ്റ്റെം സെൽസിൻ്റെ പ്രോഡക്ട്സ് ആണ് അതിലുണ്ടാവുക. അത് ഭയങ്കര കൂളിംഗ് ആയിരിക്കും. അഗെയിൻ ആർ ഫേഷ്യൽസ് ആർ ഓൾ റിലാക്സിങ്. ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. ഇഫ് യു കീപ് യുവർ ഫോൺ ഇൻ സൈലന്റ് മോഡ് ജസ്റ്റ് ആ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ യു ക്യാൻ റിലാക്സ് ടു ദ കോർ. ഓക്കെ, ഇത് നമ്മുടെ ഇപ്പം ബ്രൈഡ്സിനൊക്കെ ആണെങ്കിലും സജസ്റ്റ് ചെയ്യൂ ഈ ഒരു ഫേഷ്യൽ? ഞങ്ങളിവിടെ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യൽ 3000 റുപ്പീസിൻ്റെയാണ്. നമ്മൾ ഫേഷ്യൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 600 റുപ്പീസിനാണ്. അപ്പോൾ ബ്രൈഡ് ആയതുകൊണ്ട് അയാൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യണം എന്നല്ല ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക. നമ്മൾ ബ്രൈഡിൻ്റെ സ്കിൻ ടോൺ ഞങ്ങളുടെ ബ്യൂട്ടീഷ്യൻസ് സജസ്റ്റ് ചെയ്തിട്ട് ചിലർക്ക് 1200 റുപ്പീസിൻ്റെ മതിയാവും. ഇറ്റ്സ് നോട്ട് ദ മണി. അവരുടെ സ്കിന്നിന് എന്താണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ബ്രൈഡിന് എപ്പോഴും സജസ്റ്റ്. ഞാൻ എന്താ പറയുക, എനിക്ക് ഒരു പാർലറിലുള്ള ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. യൂഷ്വലി ഈവൻ എൻ്റെ കല്യാണത്തിനാണെങ്കിലും എൻഗേജ്മെൻറ്റിനൊക്കെ ഞാൻ കാലിക്കറ്റത്തെ ഒരു എക്സ്പെൻസീവ് സലൂൺ എന്നെ സെലക്ട് ചെയ്ത് ഞാൻ പോയി. അവരെ എന്നെ എന്താ പറയുക ഫോഴ്സ്ഫുള്ളി എനിക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള അവരുടെ ബ്രൈഡൽ എന്തൊക്കെയോ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്ത്. എനിക്ക് ആഫ്റ്റർ മൈ മാരേജ് എനിക്ക് ഫുൾ പിമ്പിൾസ് ആയിരുന്നു. അത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ ചെയ്തൊരു ഫേഷ്യലാണ്. അപ്പം എനിക്കതിൽ ഭയങ്കര ഹാപ്പി, ഭയങ്കര ജെന്യുവൻ ആയിട്ട് തോന്നി. കാരണം നമ്മുടെ സ്കിന്നിന് എന്താണോ വേണ്ടത് അതിൽ പൈസ നോക്കിയിട്ടല്ല നമ്മൾ ശരിക്കും ഫേഷ്യൽ ചെയ്യേണ്ടത്. കുറേ പൈസ കൊടുത്ത് കഴിച്ചിട്ട് നമ്മൾ സ്കിൻ ഒരിക്കലും നന്നാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് എനിക്ക് ഭയങ്കര നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് മാത്രം ബെനിഫിറ്റ് ഉണ്ടായാൽ പോരാ, നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാവണം. ഐ ആം ഹിയർ ഇൻ ദ മാർക്കറ്റ് ഫോർ ലാസ്റ്റ് 12 years. അപ്പോൾ എനിക്ക് ആ 12 years ആയിട്ട് ഇവിടെ ഒരു പ്ലേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മളെ ജെനുവിനിറ്റി കൊണ്ടാണ്. ഐ തിങ്ക് എൻ്റെ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു 100 കസ്റ്റമർ ആയിട്ടാണ്. നമുക്കധികം ഇങ്ങനെ പബ്ലിസിറ്റി ആയിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് എൻ്റെ കസ്റ്റമർ ബേസ്. അതെനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യം അത് പറഞ്ഞപ്പോൾ. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അതായത് 3 ദിവസം കഴിഞ്ഞാലാണ് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഫേസിൽ കാണാമെന്നുള്ളത്. അപ്പം ഞാൻ അതിങ്ങനെ ചോദിക്കുമായിരുന്നു, അതെങ്ങനെയാണ് ഈ 3 ദിവസം കഴിഞ്ഞാൽ കാണാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇപ്പം ഇവർ പറയണത് തന്നെ കേൾക്കാം അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ സിമിക്ക് സജസ്റ്റ് ചെയ്യുന്ന ഫേഷ്യൽ ആസ് ഐ ടോൾഡ് യു ഏർലിയർ അത് വീഗൻ സ്റ്റെം സെൽസ് വെച്ച് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. ആ ഫേഷ്യലിൻ്റെ പ്രോഡക്ട്സ് ദാറ്റ് വിൽ ബി ദെയർ ഇൻ യുവർ സ്കിൻ ഫോർ നെക്സ്റ്റ് 14 to 20 days. എനിക്ക് പറയാനുള്ളൊരു കണ്ടീഷൻ, നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വന്തം സ്ക്രബ് യൂസ് ചെയ്യരുത്. സ്ട്രോങ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും മുഖത്ത് യൂസ് ചെയ്യാതെ ഇരുന്നാൽ അത് സ്കിന്നിൻ്റെ ഉള്ളിലുണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ വർക്ക് ഫ്രം ദെയർ. 14 തൊട്ട് ഒരു 20 ദിവസം വരെ അത് സ്കിന്നിൻ്റെ അകത്തുണ്ടാവും. ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഇവിടുന്ന് ഫേഷ്യൽ കഴിഞ്ഞിറങ്ങുമ്പോൾ മുഖം ഇപ്പോഴത്തെ പോലെ തന്നെ ഇരിക്കും. 14 ദിവസം കഴിയുമ്പോൾ ഗ്ലോ വരാൻ തുടങ്ങും എന്നല്ല. നിങ്ങൾ ഏത് ഫേഷ്യൽ, ഏത് ബേസിക് ഫേഷ്യൽ ചെയ്താലും ചെയ്ത് കഴിയുമ്പം ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. പിന്നെ അതിൻ്റെ മാക്സിമം കിട്ടുക എന്ന് പറയുന്നത് ഈ സ്കിന്നിൽ ഇരിക്കുന്ന പ്രോഡക്ട്സ് വർക്ക് ചെയ്ത് മാക്സിമം എത്തുക എന്ന് പറയുന്നതാണ് ഈ 3 days എന്ന് പറയുന്നത്. കല്യാണത്തിന് പെട്ടെന്ന് കല്യാണം വന്നിട്ടൊക്കെ
ഫേഷ്യൽ ചെയ്യാൻ വരുന്ന കുട്ടികൾ തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം മേക്കപ്പ് ചെയ്യുന്നില്ലേ, റിസൾട്ട് കിട്ടും ഫോർ ഷുവർ. മേക്കപ്പ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ സ്കിൻ ടോണിന് പറ്റുന്ന ഫേഷ്യൽ കറക്റ്റായിട്ട് നല്ലൊരു ബ്യൂട്ടീഷ്യൻ നല്ല പ്രോഡക്റ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ഇത് 3 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പൂവ് ചെയ്യുമ്പോഴൊന്നും വരുന്ന സാധനമല്ല. എല്ലാവരും ചോദിക്കുന്നത് ഇതിപ്പോൾ കല്യാണമൊക്കെ ഉണ്ട് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ കുറേ ഈ പാക്കേജ് ഉണ്ടാവും, ഇങ്ങനെ ചെയ്യണം ഇങ്ങനത്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കൂടുതൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഈ പാക്കേജ് എവറി പാർലർ ഇറ്റ്സ് എ ബിസിനസ്. അപ്പൊ പിന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തതും ഉണ്ടാവും. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഫേഷ്യൽ പ്രോഡക്റ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങി നിങ്ങൾ സ്വന്തം ചെയ്താൽ അത് ഉറപ്പായിട്ടും പാർലറിൽ നിന്ന് ചെയ്യുന്ന അത്ര ഗുണം ഉണ്ടാവില്ല. ഇപ്പൊ ഹോട്ട് ഓയില് നമുക്ക് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന അതേ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഇനി മെഡിക്കേറ്റഡ് ആയുർവേദിക് ഓയിൽ നിങ്ങൾ പാർലറിൽ ചെയ്ത് കഴിയുമ്പോൾ വേറൊരാൾ ചെയ്ത് അതിൻ്റെ മസാജ് ആ പ്രഷർ പോയിന്റ്സ് ഒക്കെ എഗെയിൻ ഐ എം എംഫസൈസിങ് യു നോഹ ഉള്ള ആൾ ചെയ്താൽ പ്രഷർ പോയിന്റ്സും അതിൻ്റെ പ്രഷറും ഒക്കെ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾ ഇങ്ങനത്തെ എന്ത് സാധനങ്ങളും പാർലറിൽ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾ സ്ക്രബ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്ലോ കുറച്ച് കളർ വരുമായിരിക്കും. നിങ്ങൾ പാർലറിൽ ചെയ്യുമ്പോൾ ഈ ഓഫർ റിലാക്സേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വേറൊരാൾ നമ്മളെ പാമ്പർ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം ഒന്ന്. രണ്ടാമത്തത് നമ്മൾ നല്ല നോഹ ഉള്ളൊരു ബ്യൂട്ടീഷ്യനാണ് ഫേഷ്യൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഹെയർ തെറാപ്പി ചെയ്യുന്നതെങ്കിൽ അവർ കറക്റ്റായിട്ട് പ്രഷർ പോയിന്റ്സ് കവർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് റിലാക്സേഷൻ. ഞങ്ങളുടെ ഹോട്ട് ഓയിൽ ചെയ്താൽ അല്ലെങ്കിൽ ഹെയർ സ്പാ ചെയ്താൽ മസാജ് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മസാജിങ് ടെക്നിക്ക് കറക്റ്റാണ്, പ്രഷർ പോയിന്റ്സ് കവർ ചെയ്യുന്നത് കറക്റ്റാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് എവ്രി നൗ ആൻഡ് ദെൻ ഒരു ബ്രൈഡിന് പാർലറിൽ വരാനും പറ്റില്ല. ഒരു 2 മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 3 മാസം മുന്നേ കല്യാണം ഒരു കുട്ടിക്ക് അറിയുകയാണെങ്കിൽ ഫോർ ഷുവർ വി ഹാവ് പാക്കേജസ്. ഞങ്ങൾക്ക് 45 days പാക്കേജ് ഉണ്ട്, 90 days പാക്കേജ് ഉണ്ട്. അത് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ 85 days അല്ലെങ്കിൽ 90 days എന്ന് പറയുമ്പോൾ അതിനിടയിൽ ഒരു 3-4 visits നിങ്ങൾക്ക് പാർലറിലേക്ക് ഉണ്ടാവും. ബട്ട് എവറി ഡേ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അല്ലാതെ നിങ്ങൾ പാർലറിൽ കൊണ്ടുവന്ന് 30,000, 40,000, 60,000, 1 lakh എത്ര സ്പെൻഡ് ചെയ്താലും പാർലറിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഇടയിലുള്ള സമയങ്ങളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നോർമലി ഐ യൂസ് ടു സജസ്റ്റ് മൈ ബ്രൈഡ് വാട്ടർ ഇസ് എ മാജിക്കൽ തിങ്. You have to take a bottle of water with you. എപ്പോഴും കയ്യിൽ ഒരു കുപ്പി വെറും പച്ച വെള്ളം കയ്യിലുണ്ടാവുക. ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. വെള്ളം ധാരാളം വെള്ളം കുടിക്കുമ്പോൾ കുറേ ടോക്സിൻസ് ദേഹത്തു നിന്ന് പോകും. നിങ്ങളുടെ സ്കിന്ന് ഈവൻ ഡ്രൈ സ്കിന്നിനും ഡ്രൈ ഹെയറിനും നല്ലതാണ് വെറും പച്ചവെള്ളം കുടിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഡീടോക്സിൻ്റെ സാധനങ്ങൾ ലെമണും മിൻറ്റും ഒക്കെ കുടിച്ചാൽ ദാറ്റ് ആഡ്സ് മോർ. അല്ലെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. എഗെയിൻ ഐ യൂസ് ടു ടെൽ മൈ ബ്രൈഡ്സ് നിങ്ങൾ ധാരാളം ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കുക. ലൈക്ക് ഇനി അതിനായിട്ട് വല്ലാണ്ട് ബ്രോക്കലി ഒന്നും വാങ്ങണമെന്നില്ല. മുരിങ്ങൻ്റെ ഇലയുടെ ഉപ്പേരി, ചീരയുടെ ഉപ്പേരി ഒക്കെ ധാരാളം കഴിക്കുക. ക്യാരറ്റ്സ് കഴിക്കുക, നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കുക, ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുക. എഗെയിൻ ഫോണൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കുക. നേരത്തെ ഉറങ്ങുക, TV-യിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒന്ന് കുറയ്ക്കുക. ഇത്രയൊക്കെ ചെയ്ത് കുറച്ച് അത് ഡിപ്പെൻസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോരുത്തർക്കായിട്ട് ഞാനങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് വളരെ നന്നായിട്ട് വർക്കൗട്ടായിട്ട് കസ്റ്റമേഴ്സ് ഹാപ്പി ആയിട്ട് എൻ്റെ ബ്രൈഡ്സ് വരാറുമുണ്ട്. ഇപ്പം നമുക്ക് വരുന്ന ചില കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടത്? എൻ്റെ അടുത്ത് കുറേ പേര് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ ചോദിക്കും, ചേച്ചി എനിക്ക് പറ്റിയ ഫേഷ്യൽ ഏതാ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ഞാൻ എന്താ ചെയ്യുക, കല്യാണം ആവാനായി എന്തെങ്കിലും ഒന്ന് വിളിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്കറിയില്ല, കാരണം നിങ്ങളെ സ്കിന്നിനെ പറ്റിയിട്ട് നിങ്ങൾ നേരിട്ട് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവില്ല. അപ്പം അങ്ങനെ ഒന്നും അറിയില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരുടെ അടുത്ത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക, എന്താ ചെയ്യണം? അവർക്ക് എന്തൊക്കെയൊക്കെ ഒരു മാറ്റം വരണം എന്നുണ്ടാകും. അപ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുക? നല്ല ഡാർക്ക് ടോൺസ്. പൊതുവെ നമ്മളുടെ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് വെച്ചിട്ട് സൗന്ദര്യം സ്കിൻ ടോണിലാണ് കിടക്കുന്നത്. വെളുത്ത ആൾക്കാർ സുന്ദരികളാണ്,
കളർ കുറവുള്ളവർ സുന്ദരികളല്ല, ആ ഒരു അത് ഇറ്റ് ഇസ് ദെയർ ഇൻ അവർ ബ്രെയിൻ. കാലാകാലങ്ങളായിട്ട് നമ്മളെ ഫോർഫാദേഴ്സ് മുതൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് തന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ബ്രൈഡ്സിന് ബ്രൈഡ് ആവാൻ വരുന്ന കുട്ടികളോട് ഞാൻ പറയുക എന്താ വെച്ചാൽ, ചിലപ്പം ഈ കുറച്ച് നല്ല ഡാർക്ക് ടോൺ, ദർ ഇസ് നോ മിറാക്കിൾസ്. നമ്മളെ ജനറ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഹെയർ ടെക്സ്ചർ, കളർ, കണ്ണിന്റെ കളറ്, ഹൈറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ദൈവം തരുന്ന ഒരു സാധനമാണ്. അതിന് ഒരു പോയിന്റ് വരെയൊക്കെ നമുക്ക് അതിനെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ നല്ല ഡാർക്ക് കളറുള്ള ഒരു കുട്ടീനെ വെളുപ്പിക്കാനായിട്ട് ദർ ഇസ് നോ. അത് എഗെയിൻ അതൊരു കല്യാണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും മേക്കപ്പ് ഇട്ട് വെളുപ്പിച്ചാൽ പോലും അത് ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും. പക്ഷേ ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും അതിന് അതിൻ്റെതായ കുറേ ക്വാളിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ ഈ ഡാർക്ക് ടോണുള്ള കുട്ടിക്ക് നല്ല കണ്ണുണ്ടാവും, നല്ല സ്മൈൽ ഉണ്ടാവും. അപ്പം ഞാൻ കഴിയുന്നതും നമുക്കുള്ള ക്വാളിറ്റീസിനെ അവർക്കുള്ള ക്വാളിറ്റീസിനെ എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജിൽ കൊടുക്കുമ്പോൾ സ്കിന്നിന് ആ ഉള്ള കളറിൽ ഒരു ഗ്ലോ വരുമ്പോൾ തന്നെ ദാറ്റ് ഇസ് ഇനഫ് ആൻഡ് മോർ. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് കളർ വെട്ടിക്കാൻ കുറേ ബ്ലീച്ച് വാരി മുഖത്ത്, ഇറ്റ്സ് നോട്ട് ഫെയർ. അത് നല്ലതല്ല, സ്കിന്നിനെ വെടുക്കാക്കുകയുള്ളൂ. നമ്മൾ എപ്പോഴൊക്കെ ഈ ഫേഷ്യൽ ഇപ്പം ചെയ്ത് എത്ര കഴിഞ്ഞിട്ടാണ് അടുത്ത ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പറ്റുക? നോർമലി ഒരു 30 ഇയേഴ്സ് വരെയൊക്കെ ഉള്ള ആൾക്കാർക്ക്, 35 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർക്ക് മാസത്തിലൊന്ന് ചെയ്താൽ മതി. മാസത്തിലൊന്ന് ചെയ്താൽ മതി. അല്ല, ഒരു 35 കഴിഞ്ഞാൽ 20 ഡേയ്സിൽ വൺസ് ചെയ്യാം. ദാറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഭയങ്കര ഓവർ പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നീഡ് ചെയ്യുന്ന പോലെയുള്ള സ്ട്രോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നോർമൽ ഒരു മിനിമൽ പ്രഷറിലുള്ള മസാജ് കൊടുത്തിട്ട്, കാരണം എന്താ വെച്ചാൽ ഒരു 30s കഴിയുമ്പോൾ മുതൽ നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻസ് ഒക്കെ കുറയാൻ തുടങ്ങും. അപ്പോൾ അതിനെ ഒന്ന് സർക്കുലേഷൻ കൂട്ടുക, ഈ ടൈറ്റനിങ് മാസ്കുകൾ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഫേംനെസ് കൂട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 40 ഒന്ന് കഴിഞ്ഞാൽ 20 ഡേയ്സ്, once in 20 days ഒരു ഫേഷ്യൽ ചെയ്യുന്നതുകൊണ്ട് ഒരു തകരാറുമില്ല. അതേപോലെ ഇപ്പം ഞാൻ തന്നെ കുറേ വീഡിയോസ് ഇടലുണ്ട്. അതായത് ഇപ്പോൾ ഓരോരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ എന്ത് ഇപ്പം ഫേസ് സിറംസ് ഉണ്ട്, ഇപ്പം അതേപോലെ തന്നെ കുറേ പ്രൊഡക്ട്സ്, ഇതൊക്കെ യൂസ് ചെയ്താൽ മാത്രം മതിയോ? പക്ഷേ ഇതിന് കൂടെ ഫേഷ്യൽ ചെയ്യണമെന്ന് മസ്റ്റ് ഉണ്ടോ? ഈ സിറംസ് നമ്മളിപ്പം പിഗ്മെൻറ്റേഷൻ സിറംസ് ഉണ്ട്. ഈ ഫേഷ്യലിന് കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ, ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്കിന്നിൽ മസാജ് കിട്ടും. സിറംസ് യൂസ് ചെയ്യുമ്പോൾ സിറംസ് ഇട്ടിട്ട് ഒരിക്കലും മസാജ് ചെയ്യരുത് എന്നാണ് പറയുക, സ്കിന്നിലേക്ക് ചെയ്യണം എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഫേഷ്യലിന് കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ യൂണിറ്റ് പ്രോപ്പർ മസാജ്. നമ്മളെ മുഖം നമ്മൾ മസാജ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നന്നാവും വേറൊരാൾ മസാജ് ചെയ്ത് വരുന്നത്. എഗെയിൻ നല്ലപോലെ ഫേഷ്യൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ പ്രഷർ പോയിൻറ്റ്സ് എല്ലാം കവർ ചെയ്യും. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ഒരു ക്രോസ് ഫീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ണിൻ്റെ ഇവിടെ വരും, ലാഫിംഗ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 2 പാടുകൾ, അതൊക്കെ നന്നായി. അത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അത് വരുന്നതിനെ പിടിച്ചു നിർത്താൻ പറ്റും. വരാൻ തുടങ്ങിയ ആൾക്കാർക്കാണെങ്കിൽ അത് മാറുകയും ചെയ്യും. എനിക്കുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും നല്ലോണം ഒന്ന് നിങ്ങൾ ഓവർ മേക്കപ്പ് ഇട്ട് നിങ്ങളെ സ്കിന്നിനെ പുറത്തേക്ക് അത്രയും കൺസീൽ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ എത്ര മേക്കപ്പ് ഇട്ട ആളെ ആണെങ്കിലും കണ്ടറിയാൻ പറ്റും 30 കഴിഞ്ഞാണോ 40 കഴിഞ്ഞതാണോ എന്നൊക്കെ. അപ്പം ഇപ്പം ഞാൻ ഹെയർ സ്പാ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഹെയർ സ്പാ ചെയ്തതിന് ശേഷം നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പം ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ വാഷ് ചെയ്ത് തരികയാണ് അവർ. അതിന് ശേഷം അവർ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് തരുമായിരുന്നു. ഇത് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ഞാൻ ഹെയർ സ്പാ ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ കൂടുതലായിട്ട് എപ്പോഴും പാർലറിൽ പോണ ഒരാളല്ല. അപ്പം വല്ലപ്പോഴൊക്കെ ഒക്കേഷണലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഫേഷ്യൽ ഒരു സ്പാ അത്രയാണ് ചെയ്യാറ്. പക്ഷേ ഹെയർ സ്പാ എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഹെയർ സ്പാ ആണ് ചെയ്യുന്നത്. ഈവൻ നേരത്തെ ആൻറ്റി പറഞ്ഞ പോലെ നല്ല പ്രഷർ പോയിൻറ്റ്സിലൊക്കെ നന്നായിട്ട് അത് നോക്കി ചെയ്തതിനെ കൊണ്ടായിരിക്കും ഞാൻ പാർലറിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഒരു 3 to 4 days കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് എനിക്ക് പറയാൻ വേണ്ടി പറ്റും ഞാൻ അപ്പം ഫീൽ ചെയ്തതും ആഫ്റ്റർ 3 to 4 days എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ട് ഇപ്പം എന്നുള്ളത്. അതുകൊണ്ട് പറയാറുണ്ട്
ഞാൻ സ്പാ എന്താണെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മിച്ചമായതിനു ശേഷം ഹെയർ കെയർ എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. എനിക്ക് ഒരു നേരം എണ്ണ തലയിലൊന്നും വെക്കാൻ പോലും എനിക്ക് എന്താ പറയുക എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഒന്നും ചെയ്യലില്ല. പക്ഷേ എനിക്ക് എവിടെയോ സമയമില്ലാത്ത പോലെ. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഹസ്ബൻഡ് വന്നാൽ എനിക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ടോട്ടലി ബ്ലാങ്ക് ആയിരുന്നു. അതിനെ പറ്റിയിട്ട് ഞാൻ വലിയൊരു വീഡിയോ തന്നെ പിന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പാൻ്റെ നമ്മുടെ ഹെയറിൽ പ്രൊഡക്ട്സ് വെച്ചതിന് ശേഷം അതൊരു കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. ആ സമയത്ത് ഞാൻ സ്പാ ചെയ്യാൻ വേണ്ടി മീൻസ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇതൊരു നല്ല അടിപൊളിയായിരുന്നു. യൂഷ്വലി ഞാൻ പെഡിക്യൂർ മാനിക്യൂർ ചെയ്യുമ്പോൾ നോർമൽ പോലെയാണ്. പക്ഷേ ഇത് പറഞ്ഞ ഈ ഒരു റെഡ് കളർ സംഭവം ഉണ്ടല്ലോ, അത് ആക്ച്വലി ഒരു ജെല്ലി ഫോമിലാണ്. അതിലാണ് നമ്മൾ കൈയും കാലും ഇട്ട് വെക്കുന്നത്. അതിനെന്തോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി മറന്നുപോയി. അതിൻ്റെ കൂടെ നമുക്ക് റോസ് പെറ്റൽസ് ഉണ്ടാക്കും. ഇതിങ്ങനെ കൈ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അവരെന്താ പറയുക നമ്മൾ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്തു തരുമായിരുന്നു. ഈ പെഡിക്യൂർ മാനിക്യൂർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പോയത്. അത് ഭയങ്കര റിലാക്സിങ് ഫേഷ്യൽ ആയതിനെ കൊണ്ട് വീഡിയോ എടുക്കണ്ട എന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ഇത് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ 4 days കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. എനിക്ക് ആ ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ശരിക്കും ലൈറ്റൊക്കെ ഭയങ്കരമായിട്ട് ഡിം ചെയ്ത് പിന്നെ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് പിന്നെ ഈ ഒരു ഫേഷ്യൽ പ്രീമിയം ലെവലിലുള്ള ഒരു ഫേഷ്യൽ ആയതിനെ കൊണ്ട് തന്നെ നല്ല അടിപൊളി ബാക്ക് മസാജും കിട്ടിയിട്ടുണ്ടായിരുന്നു. വെരി റിലാക്സിങ്, വെരി കംഫർട്ടബിൾ, ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പെഡിക്യൂർ മാനിക്യൂർ ചെയ്തതിന് ശേഷം ഈ ഒരു പെയിൻ്റ് ആട്ടോ ഇട്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര കുറച്ച് ലൈറ്റ് കളേഴ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എങ്ങാനും കയറിയതാണ്, ഹസ്ബൻഡ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കട്ട പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം പോവാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. 5 മണി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പണി കഴിഞ്ഞിട്ട് കയറിയെന്നല്ല ഇഷ്ടം. സാരില്ല, ഇതൊക്കെ ഒരു ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർത്തവ്യമായിട്ട് കൂട്ടിയാൽ മതി. പക്ഷെ എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? എനിക്ക് ഫേഷ്യൽ എനിക്ക് പൊളി ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. ഫേഷ്യൽ അണ്ടർ ഐക്ക് വേണ്ടിയിട്ടും പിന്നെ പെഡിക്യൂർ മാനിക്യൂർ ഹെയർ സ്പാ അടിപൊളി. ഫേഷ്യലിൻ്റെ എന്താ മസാജ് ഒരു രക്ഷയില്ല സത്യം പറയാൻ. പറഞ്ഞ പോലെ 4 days കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്കുണ്ടായ ഈ ഒരു 4 daysനുള്ളിൽ ഈ ഒരു സ്പായും ഫേഷ്യലും ഞാൻ മെയിനായിട്ട് പറയുന്നത് ചെയ്തിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയത്, എൻ്റെ ഇവിടെ കളേർഡ് ഹെയർ ആണ്, എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കളേർഡ് ഹെയർ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിരുന്നു. അതെനിക്ക് ശരിക്കും ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എൻ്റെ അതിന് ഒരു ഡ്രൈനെസ് നല്ല രീതിയിൽ പോയി. അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും എന്താ പറയുക നമുക്ക് കുടുക്ക് കെട്ടില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. കുറച്ച് ഹെൽത്തി ആയിട്ടുണ്ട് ഹെയർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഫേഷ്യലിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഫേഷ്യൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ തന്നെ എപ്പോഴും പറയാം, എനിക്ക് ഇവിടെ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഒരു കളർ ഡിസ്കളറേഷൻ ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി അത്യാവശ്യം നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ എനിക്ക് ഇപ്പം കുറച്ചായിട്ട് ഓർക്കക്കുറവ്, സ്ട്രെസ് കാരണമൊക്കെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ല രീതിക്ക് നല്ല രീതി മീൻസ് വല്ലാണ്ട് കുറഞ്ഞെന്നല്ല, പക്ഷെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. പിന്നെ സ്കിന്നാണെങ്കിലും കുറച്ച് ഹെൽത്തിയർ ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഈ ഒരു ഫേഷ്യൽ ചെയ്തതിന് ശേഷം ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക സ്ക്രബ് ചെയ്യരുത്, നമ്മുടെ ഹാർഷ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുത് എന്ന്. അതിനെക്കൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറും ഡെർമാവൈവിൻ്റെ ക്ലെൻസറും മാത്രമാണ് ഇത്രയും ദിവസം യൂസ് ചെയ്തത്. ഈ ഒരു 4 daysനുള്ളിൽ എനിക്ക് വിസിബിൾ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഐ എം സൂപ്പർ ഹാപ്പി. അപ്പോൾ താങ്ക് യു സോ മച്ച് കാലിക്കറ്റ് നാച്ചുറൽസ് W. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അറിവൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, എസ്പെഷ്യലി ഫേഷ്യലിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത്. കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരെ ലവ് യു ആൾ. ബൈ.